ഉമ്മൻചാണ്ടി, കോടിയേരി ബാലകൃഷ്ണൻ, KM മാണി. ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് മൺമറഞ്ഞ ഈ പ്രമുഖ നേതാക്കളുടെ മുഖങ്ങളാണ് നമ്മുടെ ഓർമ്മയിലേക്ക് വരിക. അവരുണ്ടായിരുന്നെങ്കിൽ ഈ തിരഞ്ഞെടുപ്പ് കാലം കുറെ കൂടി സജീവമായിരുന്നേനെ. പുതുപ്പള്ളിയുടെ മാത്രമല്ല, കേരളത്തിന്റെ ആകെ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി. 79-ാം വയസ്സിൽ ഇഹലോകവാസം വെടിയും വരെ ജനങ്ങൾക്കിടയിൽ സജീവമായിരുന്ന നേതാവ്. കോൺഗ്രസ് എന്ന പാർട്ടിക്കപ്പുറം വളർന്ന ജനകീയനായ ഒരു മനുഷ്യൻ. 6 പതിറ്റാണ്ട് പിന്നിട്ട രാഷ്ട്രീയ ജീവിതത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ അണിയത്തും അമരത്തും OC നിറഞ്ഞു നിന്നിരുന്നു. തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേകിച്ചും. ഉമ്മൻചാണ്ടിയുടെ മരണശേഷം നടന്ന പുതുപ്പള്ളി ഉപതിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മനായിരുന്നുവെങ്കിലും മണ്ഡലത്തിലാകെ നിറഞ്ഞു നിന്നത് പുതുപ്പള്ളിക്കാരുടെ പ്രിയ കുഞ്ഞൂഞ്ഞായിരുന്നു. ഈ തിരഞ്ഞെടുപ്പിൽ കോട്ടയം അവരുടെ പ്രിയ നേതാവിനെ വല്ലാതെ മിസ് ചെയ്യും. KM മാണിയുടെ മരണത്തിന് പിന്നാലെ കേരള കോൺഗ്രസ് എമ്മിനുണ്ടായ പിളർച്ച ഇപ്പോൾ കോട്ടയത്ത് 2 കേരള കോൺഗ്രസ് പാർട്ടികളുടെ ഏറ്റുമുട്ടലിന് വഴിവെച്ചിരിക്കുകയാണ്. നിലവിലെ MP ആയ തോമസ് ചാഴിക്കാടിനു വേണ്ടി കഴിഞ്ഞ തവണ വോട്ട് പിടിച്ച PJ ജോസഫ് വിഭാഗം ഇപ്പോൾ സ്വന്തം സ്ഥാനാർത്ഥിയുമായി പോരിനിറങ്ങിയിരിക്കുന്നു. KM മാണി ജീവിച്ചിരുന്നെങ്കിൽ ഇതുപോലൊരംഗം ഉണ്ടാകുകയില്ലെന്ന് വിചാരിക്കുന്ന കോട്ടയംകാരേറെയാണ്. LDF-ന് വേണ്ടി തോമസ് ചാഴിക്കാടിനും UDF-ന് വേണ്ടി ഫ്രാൻസിസ് ജോർജും ഏറ്റുമുട്ടുമ്പോൾ കോട്ടയത്തെ വോട്ടർമാരുടെ മനസ്സിൽ KM മാണി സാറിന്റെ പേരും മിന്നിമായുമെന്ന് ഉറപ്പാണ്. മുൻ CPM സംസ്ഥാന സെക്രട്ടറിയും ആഭ്യന്തര മന്ത്രിയുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ വിയോഗശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പിനാണ് CPM കച്ചമുറുക്കുന്നത്. വർഷങ്ങളായി പൊതു തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയെ നയിച്ച കരുത്തുറ്റ നേതാവിന്റെ രാഷ്ട്രീയ തന്ത്രജ്ഞന്റെ അഭാവം പാർട്ടിയെ തെല്ലൊന്നുമല്ല കുഴയ്ക്കുന്നത്. കണ്ണൂരിൽ പടവെട്ടി തെളിഞ്ഞ പോരാളി, പാർട്ടിയുടെ കരുത്തും ശക്തി കേന്ദ്രവുമായിരുന്നു. നിർണായക സമയത്ത് ഉചിതമായ തീരുമാനങ്ങളിലൂടെ പാർട്ടിയെ നയിച്ച വ്യക്തിത്വമാണ് കോടിയേരിയുടേത്. പയ്യാമ്പലത്തെ കോടിയേരി ബാലകൃഷ്ണന്റെ സ്മൃതി മണ്ഡപത്തിൽ മുഴങ്ങുന്ന ഓരോ മുദ്രാവാക്യവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് രാഷ്ട്രീയ കേരളം സഖാവിനെ മറക്കില്ല എന്നുകൂടിയാണ്.